കേസിൽ നിന്ന് തടിയൂരി വീണ്ടും അതേ കേസ്. രാഹുലിന് പിടിമുറുകുമോ? കോളിളക്കം സൃഷ്ടിച്ച പന്തീരുകാവ് ഗാർഹിക പീഡന കേസുൾപ്പെട്ട യുവതിയെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഭർത്താവ് രാഹുൽ തന്നെയാണ്. ആശുപത്രിയിലേക്ക് വരുന്ന വഴി ആംബുലൻസിൽ വെച്ച് യുവതിയെ മർദ്ദിച്ചു എന്നാണ് വിവരം. ആശുപത്രിയിലാക്കിയ ശേഷം രാഹുൽ മുങ്ങി എന്നാണ് വിവരം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് ഭർത്താവ് രാഹുൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തുടർന്ന് അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങി. അതിക്രൂരമായി ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു പ്രതി. സമാനതകളില്ലാത്ത സംഭവമാണിത്. മുമ്പ് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഒഴിവാക്കി രക്ഷപ്പെട്ടതാണ് പ്രതി. രാഹുൽ തന്നെ പന്തീരങ്കാവിലെ വീട്ടിൽ വെച്ചും ആശുപത്രിയിലേക്ക് കൊണ്ടുപോരും വഴിയും ആംബുലൻസിൽ വെച്ച് മർദ്ദിച്ചു എന്നും മുഖത്തും തലയ്ക്കും ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവേറ്റുമെന്നുമാണ് ആശുപത്രിയിൽ യുവതി നൽകിയ മൊഴി. എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും അച്ഛനും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നും രാത്രി 11 മണിയോടെ ആശുപത്രിയിലെത്തിയ പന്തീരങ്കാവ് പോലീസിന് ഇവർ എഴുതി നൽകി. എന്നാൽ ക്രിമിനൽ കുറ്റം സംഭവിച്ചു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ മൊഴിയിൽ കേസെടുക്കാം, രാഹുലിനെ പിടിക്കുകയും ചെയ്യാം. എന്നാൽ ചില ബന്ധങ്ങൾ രാഹുലിനുണ്ട്. രാഹുൽ വിദേശത്തേക്ക് വീണ്ടും കടക്കാനും സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ അതിവേഗ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ടതുണ്ട്. അതിനിടെ പന്തീരങ്കാവിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്റെ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ പോലീസ് സഹായിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടു. സംഭവം അറിഞ്ഞ് ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതിയെ ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് യുവതിയുടെ മാതാപിതാക്കൾ കോഴിക്കോട്ടേക്ക് എത്തി. ഏറെ വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് 2 മാസം മുമ്പാണ്. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് 1-ാം പ്രതിയും ഭർത്താവുമായിട്ടുള്ള രാഹുൽ P. ഗോപാലും ആദ്യ പരാതി നൽകിയിരുന്ന ഭാര്യയെ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയായ യുവതിയെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ യുവതി പരാതി നൽകുകയും പോലീസ് ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. വാർത്ത പുറത്തുവരികയും വിവാദമാകുകയും ചെയ്തതോടെ വധശ്രമ കേസും ചുമത്തി. എന്നാൽ രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നു. ഇതിനിടെയാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചിട്ടില്ല എന്നും വീട്ടുകാരുടെ നിർബന്ധത്തിൽ കേസ് നൽകിയതാണെന്നും പറഞ്ഞ് യുവതി രംഗത്ത് വന്നത്. ഇതോടെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭാര്യ മർദ്ദിച്ചിട്ടില്ല എന്നും തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കം സംസാരിച്ച് തീർത്തു എന്നും രാഹുൽ വ്യക്തമാക്കി. ഇത് ശരിവെച്ച് യുവതി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ യുവതിയെ കാണാതായെന്ന് കാട്ടി മാതാപിതാക്കൾ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഡൽഹിയിലുണ്ടെന്ന് വിവരം അറിയുകയും പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച് യുവതിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവതി വീട്ടുകാർക്കൊപ്പം പോകാൻ വിസമ്മതിച്ചിരുന്നു. കോടതിയിൽ നേരിട്ടെത്തി രാഹുലും യുവതിയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരം ദമ്പതികൾക്ക് കൗൺസിലിംഗും നൽകി. ഇതോടെ ജസ്റ്റിസ് A. ബദറുദ്ദീൻ കേസ് റദ്ദാക്കുകയായിരുന്നു. ഈ കേസിന്റെ തുടർച്ചയായി വേണം ഇനി പുതിയ കേസിനെ വിലയിരുത്താൻ. ട്വിസ്റ്റുകൾ നിറഞ്ഞ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ മുഖ്യപ്രതി രാഹുൽ P. ഗോപാൽ വീണ്ടും രാജ്യവിടാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേരത്തെ കൊലപാതക ശ്രമം, ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസിൽ രാഹുൽ P. ഗോപാൽ ഉൾപ്പെടെ 5 പ്രതികൾ ഉണ്ടായിരുന്നത്. രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് 2ഉം 3ഉം പ്രതികൾ. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് 4ാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ 5ാം പ്രതിയുമായിരുന്നു. വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയായിട്ടുള്ള യുവതി ഭർത്താവായ രാഹുലിനെതിരെ ആദ്യ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. രാഹുൽ കഴുത്തിൽ വയർ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചുവെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നുമായിരുന്നു യുവതിയുടെ പരാതി. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ബന്ധുക്കൾ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് മർദ്ദനമേറ്റ വിവരം അറിഞ്ഞത് എന്നും തുടർന്നാണ് പോലീസിനെ സമീപിച്ചത് എന്നും യുവതിയുടെ വീട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ സംഭവം നടന്ന 1 മാസം തികയും മുമ്പേ പരാതിക്കാരി താൻ നേരത്തെ ഉന്നയിച്ച പരാതിയിൽ നിന്ന് പിന്മാറി. നേരത്തെ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും പോലീസിനോടും മാധ്യമങ്ങളോടും കുറേയധികം നുണ പറയേണ്ടി വന്നുവെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും യുവതി പറഞ്ഞു. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചെന്നതടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്നും യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. രാഹുലിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നും കേസ് ഒഴിവാക്കണമെന്നും യുവതി പറഞ്ഞിരുന്നു. ഈ കേസ് ഉൾപ്പെടെ തുടരന്വേഷിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ. നേരത്തെ യുവതി സാമൂഹിക മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ട വീഡിയോ രാഹുലിന്റെ പ്രേരണയോട് കൂടിയാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. ഇതിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമേ അന്വേഷണത്തിന്റെ സ്ഥിതിഗതികൾ വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരവും.